So hey guys, welcome to my channel. എന്നെ പരീക്ഷണം. അപ്പോൾ നിങ്ങൾ പല യൂട്യൂബേഴ്സിനൊക്കെ വീഡിയോസിനകത്ത് കാണുമായിരിക്കും. അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ അവരുടെ വീഡിയോൻ്റെ താഴെ സബ്സ്ക്രൈബ് ആനിമേഷൻ ബട്ടണൊക്കെ വരുമായിരിക്കും. ബെൽ ഇൻട്രോ ഇതൊക്കെ അവരുടെ വീഡിയോസിനകത്ത് വരുമായിരിക്കും. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീഡിയോസിനകത്തൊക്കെ ചെയ്യാൻ പറ്റും. അതൊരു പ്രൊഫഷണൽ ലുക്ക് വരും നിങ്ങളുടെ വീഡിയോസിനകത്തും. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. കാരണം എന്ന് വെച്ചാൽ പല ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും ഉണ്ട്. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് കാണിച്ച് തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പല ടൈപ്പ് ആനിമേഷൻ സബ്സ്ക്രൈബ് ബട്ടൺ ഒക്കെ ഉണ്ട്. അപ്പോൾ 4 ടൈപ്പുകളൊക്കെ ഉണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തരാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിനകത്ത് വിടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുവാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന കൈൻ മാസ്റ്റർ ആണ്. കാരണം എന്ന് വെച്ചാൽ മെജോറിറ്റി യൂസേഴ്സിന് കൈൻ മാസ്റ്റർ അറിയായിരിക്കും. പിന്നെ അവർ കൈൻ മാസ്റ്റർ ആയിരിക്കും മെജോറിറ്റി ടൈമും യൂസ് ചെയ്യുന്നത്. പിന്നെ വേറെ ഓപ്ഷനും കൂടെ ഉണ്ട്. ഇതിനകത്ത് ക്രോമാ കീ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഗ്രീൻ സ്ക്രീൻ ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിനകത്ത് ഗ്രീൻ സ്ക്രീൻ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഗ്രീൻ സ്ക്രീനായിട്ടേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് അറിയാമെങ്കിൽ ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വീഡിയോസ് എഡിറ്റ് ചെയ്യാം. അപ്പോൾ കൈൻ മാസ്റ്ററിൽ പല ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ സ്ക്രീൻ ക്യാപ്ചർ, ക്യാമറ, അതുപോലത്തെ പല ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഡൗൺലോഡ്സിലോട്ടാണ് നിങ്ങൾ എന്താണ് ഡൗൺലോഡ് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ അത് ഡൗൺലോഡ് സെക്ഷനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ 4 എണ്ണം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ DP നിങ്ങൾ അതിനകത്ത് ഇടണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുമായിരിക്കും സൈഡിൽ വൈറ്റ് സ്ക്രീനിലൊക്കെ. അപ്പോൾ DP നിങ്ങളുടെ ചാനലിൻ്റെ പേര് ഇടണം. അപ്പോൾ ഞാൻ അത് സെലക്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൻ്റെ DP സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സർക്കിളാണ് സെലക്ട് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ പല സബ്സ്ക്രൈബ് ആനിമേഷൻ ബട്ടണ് സർക്കിൾ ടൈപ്പിലൊക്കെ ആയിരിക്കും. ഇത് നിങ്ങൾ റെക്റ്റാങ്കിൾ ടൈപ്പിലൊക്കെ ആയിരിക്കും ഈ സബ്സ്ക്രൈബ് ആനിമേഷൻ ബട്ടണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സർക്കിളിലോട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ക്രോപ്പിങ്ങിലോട്ട് പോകണം. ക്രോപ്പിങ്ങിന് നിങ്ങൾക്ക് ഷേപ്പ് സെലക്ട് ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾ സർക്കിൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാനിത് മൂവ് ചെയ്യണം കറക്റ്റ്ലി. അപ്പോൾ ഞാൻ എൻ്റെ DP പ്ലേസ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് പൊസിഷനിലോട്ട് വേണം നിങ്ങളുടെ DP പ്ലേസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങളുടെ DP തന്നെ വേണം പ്ലേസ് ചെയ്യാൻ, അല്ലാണ്ട് എൻ്റെ DP അല്ല. ഞാൻ എൻ്റെ ചാനൽ ഒരു എക്സാമ്പിളായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഇവിടെ കാണുമായിരിക്കും. ഇവിടെ തന്നെ പ്ലേസ് ചെയ്യണം. കറക്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഡ്യൂറേഷനും കൂടെ നോക്കണം. അത് കറക്റ്റ് തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ ഇതിപ്പോൾ ഇവിടെ വല്ലതും ആണെങ്കിൽ കറക്റ്റ് ആവത്തില്ല, അത് മാച്ച് ആവത്തില്ല. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെയും ഡ്യൂറേഷൻ കറക്റ്റ് അത് വരുമ്പോൾ തന്നെ മാച്ച് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കാണുമായിരിക്കും, കറക്റ്റ് നിങ്ങൾക്ക് കാണുമായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തു, ബെല്ലൈക്കണൊക്കെ ഞെക്കി. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇൻ ആനിമേഷൻ കൂടെ നോക്കണം. ഇൻ ആനിമേഷൻ സ്ലൈഡ് അപ്പിലോട്ടായിരിക്കണം. അപ്പോൾ കറക്റ്റ് സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾ നോക്കുമ്പോൾ അത് മുകളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ സ്ലൈഡ് അപ്പിലോട്ട് വേണം പോകാൻ. പിന്നെ ഔട്ട് ആനിമേഷൻ ആവുകയാണെങ്കിൽ ഫേഡോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു, ബെല്ലൈക്കൺ ഞെക്കി, ഇനി അതും പോയി. അത് കറക്റ്റ് സമയത്തിലോട്ട് വേണം വെക്കാൻ. ഇതും എന്നാലേ മാച്ച് ആവത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾ നോട്ടീസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ പേരും കൂടെ നിങ്ങൾ ചൂസ് ചെയ്യണം. അപ്പോൾ ലെയേഴ്സിലോട്ട് പോയിട്ട് നിങ്ങൾ ഫസ്റ്റ് ടെക്സ്റ്റിലോട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ടെക്സ്റ്റിൽ ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ ചൂസ് ചെയ്യാണ്, കിഷൻ JP എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൻ്റെ നെയിം നിങ്ങൾക്ക് ഇടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ബ്ലാക്ക് കളറിലോട്ടാണ് ചൂസ് ചെയ്യാൻ. കാരണം എന്ന് വെച്ചാൽ അതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സൈസൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണം കറക്റ്റായിട്ട്. കിഷൻ JP. പിന്നെ നിങ്ങൾ ഇൻ ആനിമേഷൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ അത് ഫേഡിലോട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. അതായിരിക്കും കുറച്ച് ബെറ്റർ. സ്ലൈഡ് അപ്പ് നിങ്ങൾ DP യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നല്ല. പക്ഷേ പേര് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫേഡിലായിരിക്കും നല്ലത് കാണാൻ. പിന്നെ നിങ്ങൾ അതിൻ്റെ ഡ്യൂറേഷനും കൂടെ നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് വരണം. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ പ്ലേ ചെയ്യുമ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ടുണ്ടെല്ലാം. ഇപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സ്ലൈഡ് അപ്പിലോട്ടായിരിക്കും. ഇതൊരു കുറച്ച് മാച്ചായിട്ട് തോന്നുന്നില്ല. അപ്പോൾ സ്ലൈഡ് അപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതും ചിലപ്പോൾ മാച്ച് ആവുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഇപ്പോൾ കറക്റ്റായിട്ട് വരും. ഇപ്പോൾ കുറച്ച് സ്ലോ ആയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ടെല്ലാം. സബ്സ്ക്രൈബ് ചെയ്തു, ബെല്ലൈക്കൺ ഞെക്കി, കറക്റ്റ് ഫേഡ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എക്സ്പോർട്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ എക്സ്പോർട്ട് ചെയ്യണം. ഫുൾ ക്വാളിറ്റിയിലോട്ടായിരിക്കണം. 1440p 1080p 720p എന്തെങ്കിലും ആയിട്ട്. അപ്പോൾ ഞാൻ 1080p ഇടാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എക്സ്പോർട്ട് ചെയ്യണം. അതങ്ങനെ ഫാസ്റ്റായിട്ട് എക്സ്പോർട്ട് ആയിട്ടുണ്ട്.
അപ്പോൾ സാമ്പിളിന് വേണ്ടി ഞാനൊരു ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യാൻ പറ്റും. എൻ്റെ ഫോണിനകത്ത് അധികം നല്ല വീഡിയോസ് ഒന്നും കാണുന്നില്ല. നല്ല വീഡിയോസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഡിയോ കൂടെ തന്നെ ചെയ്തായിരുന്നു. അപ്പോൾ ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പോകേണ്ടത് ലെയേഴ്സിനകത്താണ്, മീഡിയയിലോട്ടല്ല. മീഡിയ എന്ന് പറഞ്ഞാൽ ഓവറോൾ ഫോട്ടോ ആണ്. അപ്പോൾ നിങ്ങൾ ഓവറോൾ ഫോട്ടോ വീഡിയോ വല്ലതും ആയിരിക്കും. അപ്പോൾ ലെയേഴ്സിൽ പോയിട്ടാണ് നിങ്ങൾ മീഡിയ പോകണം. മീഡിയയിലോട്ട് പോയിട്ട് എക്സ്പോർട്ടിൽ പോകണം. എക്സ്പോർട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് എന്താ എക്സ്പോർട്ട് ചെയ്തത് നേരത്തെ അതിലോട്ട് പോകണം. അപ്പോൾ നിങ്ങൾക്കത് കാണുമെങ്കിൽ അതേ സെയിം സാധനം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് കാണുമായിരിക്കും ഗ്രീൻ സ്ക്രീനൊക്കെ നിങ്ങൾക്ക് കാണുമായിരിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ട ക്രോമാക്കി എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗ്രീൻ സ്ക്രീൻ എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും ബെസ്റ്റ് ഓപ്ഷന്. അപ്പോൾ നിങ്ങൾക്ക് കാണുമായിരിക്കും, നിങ്ങൾക്ക് നോക്കാം കിഷൻ JP സബ്സ്ക്രൈബ് ബട്ടൺ ബെൽ ഇൻട്രോ കറക്റ്റായിട്ടുണ്ടെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കറക്റ്റ് സമയത്ത് തന്നെ വെക്കാം വീഡിയോസും. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിവിടെ കൈൻ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കൈൻ മാസ്റ്റർ പ്രീമിയം യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ 2 കൈൻ മാസ്റ്റർ ലോഗോ ഒന്നും വരത്തില്ല. അല്ലെങ്കിൽ അതിനും ഒരു ട്രിക്ക് കോഡ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ വേണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ സൈസൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റും. അത് നല്ല ഓപ്ഷനാണ്, അത് റിമൂവ് ആയി വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് കാണുമായിരിക്കും ആ കൈൻ മാസ്റ്റർ ഇപ്പോൾ കാണുന്ന പോലും ഇല്ല. കുറച്ചുകൂടെ വലുതാക്കേണ്ടി വരുമായിരിക്കും, എന്നാലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണുമായിരിക്കും ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ സൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും വേണമെങ്കിൽ ഓഫ് ചെയ്യാൻ പറ്റും. സൗണ്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണുമായിരിക്കും ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ ഉള്ളായിരുന്നു ഇതിനകത്ത് നിങ്ങൾക്ക് എങ്ങനെ സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, സബ്സ്ക്രൈബ് ആനിമേഷൻ ബട്ടണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് തന്നെയുള്ളായിരുന്നു ഈ വീഡിയോക്കകത്ത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ആനിമേഷൻ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് PCയുടെയോ ലാപ്ടോപ്പിൻ്റെ ഒരു ആവശ്യവും ഇല്ല. അപ്പോൾ കൈൻ മാസ്റ്റർ വഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേ ഉള്ളായിരുന്നു ഈ വീഡിയോക്കകത്ത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.